കല്ലുവച്ച നുണകളാണ് തുടക്കം മുതൽ പറഞ്ഞുകൊണ്ടിരുന്നത്. കുഞ്ഞിന്റെ ഭാഗത്തൊരു തടസ്സമുള്ളത് കൊണ്ടാണ് കുഞ്ഞിനെ കൊണ്ടുപോയി എറിഞ്ഞെങ്കിൽ എന്തുകൊണ്ട് ശ്രീതു തടഞ്ഞില്ല? ABCD അക്ഷരം പോലും 26 അക്ഷരം എഴുതാൻ അറിഞ്ഞുകൂടാത്ത ആളാണ് ഹരികുമാർ. ഹരികുമാറിന് ഈ പറയുന്ന മെന്റൽ തകരാറുകളൊന്നും ഈ നാട്ടുകാർക്ക് ആർക്കും അറിയില്ല. മെന്റൽ കുഴപ്പമുണ്ടെന്ന് ആദ്യം വരുത്തി തീർത്തു, പിന്നെ അതില്ല എന്ന് പറഞ്ഞു. ഹരികുമാറിന്റെ തലയിലേക്ക് വച്ച് കിട്ടുന്നതായിട്ടാണ് ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. ശ്രീകല എന്തുകൊണ്ട് കുഞ്ഞിനെ എടുത്തെറിഞ്ഞത് കണ്ടു എങ്കിൽ എന്തുകൊണ്ട് അപ്പോഴും വിളിച്ച് ശബ്ദമുണ്ടാക്കിയില്ല? അതെന്തിനെ ആ ദേവീദാസനെ എന്ന് പറഞ്ഞ സന്യാസിയെ എന്തിനിതിലേക്ക് കൊണ്ടുവന്നു? അയാൾക്ക് ഇതിലുള്ള പങ്ക് എന്താണ്? ഉന്നതങ്ങളിൽ നിന്ന് ആരുടെയൊക്കെയോ ഇടപെടലുകൾ ഉണ്ടോ എന്ന് ഞങ്ങൾ നന്നേ സംശയിക്കുന്നു. ഞങ്ങൾ അടിവരയിട്ട് പറയുന്നു, പുറത്തു നിന്നൊരാൾ വരത്തില്ല. ഇതെല്ലാത്തിൻ്റെ ബ്രെയിൻ എന്ന് പറയുന്നത് ശ്രീതു തന്നെയാണ്. എനിക്ക് പക്ഷേ ആ വീടുമായി നല്ല സൗഹൃദ ബന്ധമുള്ള ഒരാളാണ് ഞാൻ. അത് ഈ മെമ്പറാകുന്നതിന് മുമ്പ് പോലും എനിക്ക് ആ വീടുമായി നല്ല സൗഹൃദ ബന്ധമുണ്ട്. ഇപ്പോൾ ചോദ്യം ചെയ്യലിൽ ഇത്തരണത്തിൽ പറഞ്ഞു കേൾക്കുന്നതിനോട്, അതായത് ഇപ്പോഴും ഞങ്ങൾക്ക് ഹരികുമാർ തന്നെ ചെയ്തു എന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അങ്ങനെയാണെങ്കിൽ പോലും ഹരികുമാറിനെ കൊണ്ട് പറഞ്ഞു ചെയ്യിച്ചതാര്? ഇപ്പോൾ ലേറ്റസ്റ്റ് ഞങ്ങൾ അറിയുന്നത് ചോദ്യം ചെയ്യലിൽ സഹോദരനും സഹോദരിയും തമ്മിൽ പറയാൻ പാടില്ലാത്ത ബാന്ധവമുണ്ടെന്നും ആ ബാന്ധവത്തിന് തടസ്സമായി കുഞ്ഞ് നിന്നതുകൊണ്ടാണ് എടുത്ത് കുഞ്ഞിനെ കൊണ്ടുപോയി ഉപേക്ഷിച്ചത്, അല്ലെങ്കിൽ കിണറ്റിലിട്ടതെന്നുമാണ് ശ്രീതു പറഞ്ഞതായിട്ട് അറിയാൻ കഴിയുന്നത്. ശ്രീതു അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെപ്പോഴാണ് സംഭവിച്ചത്? ഒരുപക്ഷെ രാത്രിയാണ് ഈ പറഞ്ഞ രീതിയിൽ അവരുടെ പ്രവർത്തനം നടന്നിട്ടുണ്ടെങ്കിൽ അപ്പോഴല്ലേ കുഞ്ഞ് തടസ്സമായതെങ്കിൽ അപ്പോഴറിയല്ലേ? അപ്പോഴ് തടസ്സം ഉണ്ടെങ്കിൽ പോലും എറിയാതെ ഇയാൾ രാവിലെ എടുത്തുകൊണ്ട് പോയി എറിയാനുള്ള സാഹചര്യം എന്താണ്? അപ്പോൾ നമ്മളിതിനെ നോക്കുമ്പോഴേക്കും ഇതിനകത്ത് ഇപ്പോഴും ഉത്തരം കിട്ടാത്തതായ ചോദ്യങ്ങൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്. കാരണം ഇവരാദ്യമേ തന്നെ ഈ കൊലപാതകം ഈ കുഞ്ഞിനെ എറിഞ്ഞത് കുഞ്ഞിൻ്റെ അച്ഛൻ ശ്രീജിത്തിൻ്റെ തലയിൽ വെച്ച് കെട്ടാൻ ഒരു ശ്രമം അവർ നടത്തി. അതിന് ഈ ശ്രീതുവിൻ്റെ അമ്മ പോലീസ് സ്റ്റേഷനിൽ പോയി ആദ്യം മൊഴി കൊടുത്തതും കുഞ്ഞിൻ്റെ അച്ഛനായ ശ്രീജിത്ത് തന്നെയാണ് കുഞ്ഞിനെ എടുത്ത് കൊണ്ടുപോയി എറിഞ്ഞത് എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഈ ശ്രീകലയ്ക്ക് അപ്പോഴും കിടന്ന് വിളിച്ച് ബോളം വയ്ക്കാമായിരുന്നല്ലോ, അത് ചെയ്തില്ല. ഇപ്പോൾ ശ്രീതു പറയുന്നതനുസരിച്ച് തടസ്സം നിന്നതുകൊണ്ട്, കുഞ്ഞിൻ്റെ ഭാഗത്തൊരു തടസ്സമുള്ളത് കൊണ്ടാണ് കുഞ്ഞിനെ കൊണ്ടുപോയി എറിഞ്ഞെങ്കിൽ എന്തുകൊണ്ട് ശ്രീതു തടഞ്ഞില്ല? അപ്പോൾ ശ്രീതു തടയാതെ ഇയാൾ ആ കാര്യം ചെയ്തു എങ്കിൽ ഇതാരാണ് പറഞ്ഞത്? ഈ കുഞ്ഞിനെ മാറ്റണം എന്ന രീതിയിലേക്ക് കുഞ്ഞ് തടസ്സമായി വന്നത്. അങ്ങനെയാണെങ്കിൽ രണ്ടുപേർക്കും തടസ്സമായി വന്നില്ലേ? അപ്പോൾ ആ നിലയ്ക്ക് വരുമ്പോൾ ഹരികുമാറിൻ്റെ തലയിലേക്ക് വച്ച് കിട്ടുന്നതായിട്ടാണ് ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. കാരണം ഹരികുമാറിനെ സംബന്ധിച്ച് മെൻ്റലിൻ്റെ അങ്ങനെ ഒരു കുഴപ്പമില്ലെന്ന് ഞാൻ തുടക്കം മുതൽ ഞാൻ പറഞ്ഞു. അയാൾക്ക് പഠന വൈകല്യമാണ് ഉണ്ടായിരുന്നത്. ഹരികുമാറിന് പഠന വൈകല്യമാണുള്ളത്. നമ്മൾ പഠിപ്പിച്ചൊരു ഐഡിയ അങ്ങോട്ട് കൊടുത്താൽ ആ ഐഡിയ തിരിച്ച് അത് കുറച്ചു പോലും പറയാൻ കഴിയുന്ന മാനസികമായ അല്ലെങ്കിൽ ഒരു ബുദ്ധിവികാസമുള്ള കുട്ടിയല്ല ഹരികുമാർ. അത് അയാൾക്ക് പരീക്ഷ പോലും ബൈസ്റ്റാൻഡർ വെച്ച് എഴുതുന്ന സംവിധാനമാണ് ഉണ്ടായിരുന്നത്. അയാൾക്ക് ഞാൻ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും അദ്ദേഹത്തിൻ്റെ കൂടെ പഠിച്ച ഹരികുമാറിൻ്റെ കൂടെ പഠിച്ച സുഹൃത്തുക്കൾ പറയുന്നു, ABCD അക്ഷരം പോലും 26 അക്ഷരം എഴുതാൻ അറിഞ്ഞുകൂടാത്ത ആളാണ് ഹരികുമാർ. ആ ഹരികുമാർ പിന്നെ ചാറ്റ് ചെയ്തു എന്ന് പറയുന്നു. ഒരുപക്ഷെ സംഭാഷണം കൊടുത്താണ്, സൗണ്ട് കൊടുത്താണ് ചെയ്തതെങ്കിൽ സൗണ്ട് പോലീസിന് പരിശോധിക്കാമല്ലോ. ഇത് ഹരികുമാറിൻ്റെ ശബ്ദമാണോ എന്ന് പരിശോധിക്കാം. ഹരികുമാറിന് ഈ പറയുന്ന മെൻ്റൽ തകരാറുകളൊന്നും ഈ നാട്ടുകാർക്ക് ആർക്കും അറിയില്ല. ഹരികുമാറിനെ സംബന്ധിച്ച് മെൻ്റൽ തകരാറുണ്ട് എന്ന് ഈ വിഷയമുണ്ടായപ്പോൾ, കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞ വിഷയമുണ്ടായപ്പോൾ പോലീസ് പറഞ്ഞതാണ് ഞങ്ങൾക്കറിയാവുന്നത് ഹരികുമാറിന് മെൻ്റലിൻ്റെ കുഴപ്പമുണ്ട് എന്ന്. കാരണം ഇവർ അമ്മയും ഹരികുമാറും ശ്രീതുവും ഈ കുട്ടികളും ഒരുമിച്ചാണ് യാത്ര ചെയ്യുന്നത്. ക്ഷേത്രത്തിൽ പോയാൽ, ഉത്സവത്തിന് പോയാൽ, ഒരു വിവാഹത്തിന് പോയാൽ, വിവാഹ ഉറപ്പിപ്പിന് പോയാൽ പോലും ഇവർ ഇത്രയും പേര് ഒരുമിച്ചേ പോകാറുള്ളൂ. അവിടെ ഒരിടവും ഞങ്ങൾ ഹരികുമാറിൽ ഒരു മാനസിക വിഭ്രാന്തി ഉള്ളതായി ഞങ്ങൾ ആരും കണ്ടിട്ടില്ല. ഞങ്ങൾക്കാർക്കൊന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള ഹരികുമാർ മാനസികമായി തകരാറുകൊണ്ട് അല്ലെങ്കിൽ മെൻ്റൽ കുഴപ്പമുള്ളത് കൊണ്ടാണ് ഇത് ചെയ്തു എന്ന് പറയുമ്പോഴേക്കും ഇന്നും ഈ കോട്ടുകാൽ കോണത്തെ നിവാസികൾക്ക് ഒട്ടുമതി വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഹരികുമാർ പഠനത്തിന് മോശമായിരുന്നെങ്കിലും അദ്ദേഹം ക്ഷേത്ര കലകളിൽ വരുന്ന ഉടുക്കുകൊട്ട് ബാലരാമപുരത്ത് ഒരു സ്വകാര്യ വ്യക്തിയിൽ നിന്ന് പഠിച്ച്, ഒരു സ്വകാര്യ സ്ഥാപനം നടത്തിക്കൊണ്ടുന്ന ആളിൽ നിന്ന് പഠിച്ച് ഹരികുമാർ അത് ക്ഷേത്രങ്ങളിൽ അവതരിപ്പിക്കാൻ പോകാറുണ്ട്. അവിടെ ഒരിടവും മാനസികമായ ഒരു കുഴപ്പം ആരും കണ്ടിട്ടില്ല. ഇപ്പോൾ ഇത്
മാനസികമായ കുഴപ്പമുണ്ട് എന്ന് പോലീസ് പറഞ്ഞ് ഞങ്ങൾ അറിയുമ്പോൾ മെഡിക്കൽ കോളേജിൽ തന്നെ പരിശോധന കഴിഞ്ഞ് ബഹുമാനപ്പെട്ട കോടതിയുടെ നിർദ്ദേശാനുസരണം ഹരികുമാറിനെ മെഡിക്കൽ കോളേജിലെ പരിശോധനയ്ക്ക് വിധേയമാക്കി കൊണ്ടുവരുമ്പോൾ അങ്ങനെ ഒരു കുഴപ്പമില്ല. അപ്പോൾ എവിടെയാണ് ഇതാർക്കാണ് കുഴപ്പം? ഇതാരെ രക്ഷിക്കാൻ വേണ്ടി ആരൊക്കെയോ ഇതിനകത്ത് ഒളിഞ്ഞും പതുങ്ങിയൊക്കെ കളിക്കുന്നു എന്ന് ഈ നാട്ടിലെ ആളുകളായി ഞങ്ങൾക്ക് വേദനയോടെ പറയാൻ കഴിയും. ഈ 2 വയസ്സ് കഴിഞ്ഞ ഈ പിഞ്ചോമനയെ കിണറ്റിൽ എറിഞ്ഞിട്ട് ഇന്നേ വരെ ഉത്തരം കിട്ടാൻ കഴിഞ്ഞിട്ടില്ല. ഇന്നേ വരെ അതിൻ്റെ ഒരു ചൂടോടുകൂടിയുള്ള ആ ഗൗരവത്തോടു കൂടി 1-ാം ദിവസം നല്ല പ്രകമ്പനം കൊണ്ടതായിരുന്നു. എല്ലാവരും കരുതി 24 മണിക്കൂർ തികയുന്നതിന് മുമ്പേ പ്രതിയെ പോലീസ് പുറത്തു കൊണ്ടുവരും. പുറത്തു നിന്നൊരാളില്ല, അല്ലെങ്കിൽ ഇവിടുത്തെ മറ്റ് അന്യസംസ്ഥാന തൊഴിലാളികളുടെ ഇടയിൽ നിന്ന് എടുത്തെറിഞ്ഞതായിട്ടൊരിതില്ല. ഈ വീട്ടിനകത്ത് നിന്ന് തന്നെ ഉണ്ടായ സംഭവത്തിൽ ഈ വീട്ടിനകത്ത് വരുന്ന ഈ 3 പേര്, അമ്മയും മകനും ശ്രീധുവിനെയും ചോദ്യം ചെയ്താൽ അറിയാവുന്ന വിഷയങ്ങളേ ഉള്ളൂ. തീർച്ചയായിട്ടും പ്രതി ആരാണെന്ന് അവർ തന്നെ പറയും. കാരണം ഇവിടെ ഇപ്പം എന്താ, ആദ്യം വിഷയം ഉണ്ടായപ്പോൾ ശ്രീകലയെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് പറഞ്ഞാണ് ശ്രീജിത്ത് കൊന്നു, ശ്രീജിത്ത് എടുത്തെറിഞ്ഞു എന്നാണ്. എങ്കിൽ പിന്നെ ശ്രീകല ഇത് ആരെ രക്ഷിക്കാൻ പറഞ്ഞു? ശ്രീകല എന്തുകൊണ്ട് കുഞ്ഞിനെ എടുത്തെറിഞ്ഞത് കണ്ടു എങ്കിൽ എന്തുകൊണ്ട് അപ്പോഴും വിളിച്ച് ശബ്ദം ഉണ്ടാക്കിയില്ല? അപ്പോൾ ശ്രീജിത്തിന്റെ തലയിൽ വെച്ച് കെട്ടാൻ ഒരു ശ്രമം നടത്തി. അവിടെ പാളിപ്പോയപ്പോഴേക്കുമാണ് ഇപ്പോൾ ഇത്തരണത്തിലുള്ള കാര്യങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നാട്ടുകാർ മുഴുവനും ജിജ്ഞാസരാണ്. ഇപ്പൊ ഇവിടെ ആളുകൾ പറയുന്നുണ്ട്, ഇനി ഇത് അവസാനം വന്ന് ഇത് ഒരിടവും എത്താതെ പ്രതികൾ നിയമത്തിൻ്റെ കുരുക്കിൽ വരാതെ, നിയമത്തിൻ്റെ മുന്നിൽ വരാതെ രക്ഷപ്പെടുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് എന്നാണ് ഞങ്ങൾക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന പക്ഷേ. കാരണം ഇവർ തമ്മിൽ ഇങ്ങനെ ഒരു നിയമപരമായി അല്ലെങ്കിൽ നമുക്ക് പുറത്തു പറയാൻ കഴിയാത്ത വിധത്തിലുള്ള ബാന്ധവമുണ്ട് എന്ന് ഞങ്ങൾ അറിയുന്നത് പോലീസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ മൊബൈലിൽ ഇവർ ചാറ്റ് ചെയ്തു. 2 മുറിയിൽ അപ്പുറവും ഇപ്പുറവും ഒരു വീട്ടിനുള്ളിൽ കഴിയുന്നവർ ചാറ്റ് ചെയ്യാറുണ്ടെന്നും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ട് എന്ന് ഞങ്ങൾ വളരെ അത്ഭുതത്തോട്, ജിജ്ഞാസയോടുകൂടി, ഞങ്ങൾ വളരെ അത്ഭുതാവഹമായിട്ടാണ് ഞങ്ങളിത് കേൾക്കുകയെല്ലാം ചെയ്തത്. കാരണം ഞങ്ങൾക്ക് അങ്ങനെ ഒരു ലക്ഷണമൊന്നും ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾക്കത് പറയാൻ കഴിയത്തില്ല. ഒരുപക്ഷേ ഈ അവർ പറഞ്ഞതനുസരിച്ച് അവൻ വിളിക്കുമ്പോൾ, ഹരികുമാർ വിളിക്കുമ്പോൾ വരാൻ തടസ്സമുണ്ടായി, അതുകൊണ്ടാണ് കുട്ടിയെ എടുത്തെറിഞ്ഞു എന്ന് പറയുമ്പോൾ, എങ്കിൽ ഇത് ശ്രീധുവിന് അറിയാമായിരിക്കുമല്ലോ. കുട്ടിയെ എടുത്തെറിഞ്ഞു അല്ലെങ്കിൽ കുട്ടിയോട് ദേഷ്യമുണ്ടെന്ന് അറിയാമായിരിക്കുമല്ലോ. കുട്ടിയെ എടുത്തെറിഞ്ഞത് കാരണം ഇതുകൊണ്ടാണെന്ന് അതൊന്നും പറഞ്ഞില്ലല്ലോ. ഇപ്പോഴല്ലേ അവർ ഇപ്പോൾ ഈ അവസാന നിമിഷത്തല്ലേ പറയുന്നത്. അത് കാരണം ഇത് ഇപ്പോൾ ബോധപൂർവം ഇയാളുടെ തലയിലേക്ക്, കാരണം മെൻ്റൽ കുഴപ്പമുണ്ടെന്ന് ആദ്യം വരുത്തി തീർത്തു, പിന്നെ അതില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ അത് ആ തലയിലേക്ക് വച്ച് കെട്ടുന്ന അവൻ്റെ തലയിലേക്ക്. അങ്ങനെയാണ് ഞങ്ങളിതൊന്നും കണ്ടുകൊണ്ട് പറയുന്നില്ല. പക്ഷെ ഞങ്ങൾ സാഹചര്യങ്ങൾ വെച്ചിട്ട്, ആ വീട്ടിലെ സാഹചര്യങ്ങൾ, വീട്ടിലെ ഓരോ കുടുംബാംഗങ്ങളുടെയും പെരുമാറ്റങ്ങൾ നന്നായിട്ട് ഞങ്ങൾക്ക് അറിയാമെന്നുള്ളത് കൊണ്ടാണ് ഇത് പറയുന്നത്. കാരണം ആ വീട്ടിൽ ഞാൻ നേരത്തെ പറഞ്ഞു, ആ വീട് അങ്ങനത്തെ ഒരു കുഴപ്പം പിടിച്ച വീടേ അല്ല. അവർക്ക് വളരെ മാന്യമായി പെരുമാറുകയും ആളുകളോട് നന്നായി ബഹുമാനത്തോട് പെരുമാറുകയും ചെയ്തൊരു കുടുംബമാണ്. ഈ 2 വർഷക്കാലം കൊണ്ട് ശ്രീധുവിന് ദേവസ്വം ബോർഡിൽ ജോലിയായി എന്ന് തുടങ്ങിയത് മുതൽ ശ്രീധുവാണ് ഈ കുടുംബത്തെ ഇത്തരണത്തിലേക്ക്, കുഴപ്പങ്ങളിലേക്ക് കൊണ്ടുപോയതും. അതിന് അമ്മ സ്തുതിപാഠകയായി അമ്മ നിന്നുകൊടുത്തു എന്നുള്ളതാണ് ശ്രീകലയ്ക്ക് പറ്റിയ കുഴപ്പം. ശ്രീകല മകളെ ഒരിക്കലും തിരുത്താനോ ഈ ഇത്തരം ദൗത്യത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനോ പോകാതെ മകളുടെ പിന്നാലെ അമ്മയും വേഷം കെട്ടി നിന്നുകൊടുത്തു എന്നുള്ളതാണ്. ഇവർ തമ്മിലുള്ള ഈ ചാറ്റ് ചെയ്യൽ ബന്ധം, ഞാൻ ചോദിക്കട്ടെ, ABCD അക്ഷരം അറിയാത്തവൻ ഇതെങ്ങനെ ചാറ്റ് ചെയ്യുന്നു? അങ്ങനെയാണെങ്കിൽ വോയിസ് മെസ്സേജ് ആണെങ്കിൽ പോലീസ് ഇന്ന് വരെ അത് പറഞ്ഞിട്ടില്ലല്ലോ. വോയിസ് മെസ്സേജ് ഞങ്ങൾ പരിശോധിച്ചപ്പോഴേക്കും ഹരിയുടെ വോയിസ് ആണ് ഞങ്ങൾക്ക് കിട്ടിയത്. അതിനെക്കുറിച്ച് പോലീസ് ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല. അന്വേഷണ ഉദ്യോഗസ്ഥർ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. പത്രങ്ങളിലോടും വന്നതായിട്ടോ ഒരു ചാനലിൽ പോലും വന്നതായിട്ടോ ഞങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ചാറ്റ് ചെയ്യാനുള്ള സാധ്യത ഹരികുമാർ, കാരണം അയാൾക്ക് അതിനുള്ള അക്ഷരങ്ങൾ അറിയില്ല. അത് ആ ഒരു ഇതാണ് ഞങ്ങൾക്കത് പൂർണ്ണമായിട്ട് ഞങ്ങൾ പറയുന്നത്. അതിനകത്ത് എന്തോ സംതിങ് റോങ്. ഇത് ഈ പറഞ്ഞതുപോലെ ഹരികുമാറിൻ്റെ തലയിലേക്ക് വച്ച് കെട്ടുന്ന സ്ഥിതിയിലേക്ക്. കാരണം ഹരികുമാറിന് അങ്ങനെ ചെയ്യാൻ വേണമെങ്കിൽ ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കണം. അയാൾക്ക് അപ്പോഴും മാത്രം മെൻ്റലിൻ്റെ കുഴപ്പമുണ്ട്. ഇനിയിപ്പെങ്കിൽ ഈ പറഞ്ഞ ബന്ധം അന്നത്തെ മാത്രമല്ലല്ലോ, മുമ്പേ തുടങ്ങി വന്നതില്ലേ. അപ്പോഴും അയാൾക്ക് മെൻ്റലിൻ്റെ കുഴപ്പമുണ്ടായില്ലേ? എങ്കിൽ എന്തുകൊണ്ട് അപ്പോഴേക്ക് ഇങ്ങനെ മെൻ്റലിൻ്റെ കുഴപ്പമുണ്ടെന്ന് ഇവൾ എന്തുകൊണ്ട് പുറത്തു പറഞ്ഞില്ല? ഇത്തരം കുഴപ്പങ്ങളുണ്ട്, ഇവന് മാനസികമായി കുഴപ്പമുണ്ടെന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല? ഇതൊന്നും പറയാതെ കൊണ്ട് നടന്ന് കാര്യങ്ങളെല്ലാം ഭംഗിയായി കഴിഞ്ഞ് ഇപ്പം ഇത്തരണത്തിൽ കൈവിട്ടു പോയപ്പോഴേക്കും ഇതാണ് വിഷയമെന്ന് പറയുന്നത്. ഈ പറഞ്ഞതുപോലെ രാവിലെ ഈ ശ്രീധുവനാണല്ലോ പറഞ്ഞത് കുട്ടിയെ കാണാനില്ല.
ബാത്റൂമിൽ പോയിട്ട് വന്നപ്പോൾ ഞാൻ രാവിലെ ചോദിക്കുമ്പോൾ പറഞ്ഞതാണ്, ഞാൻ ബാത്റൂമിൽ നിന്നപ്പോൾ കുട്ടിയുടെ കരച്ചിൽ കേട്ടു, പിന്നെ വന്ന് നോക്കുമ്പോൾ കുട്ടിയെ കാണാനില്ല, ഇതാരെടുത്തുകൊണ്ട് പോയി എന്താണെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞു. കുട്ടി കിടന്നത് ആരെടുത്ത് പറഞ്ഞു? കുട്ടിയുടെ അച്ഛൻ്റെ അടുത്ത് കിടന്നു പറഞ്ഞു. പക്ഷേ കുഞ്ഞ് കിടന്നത് ആരെടുത്താണ്? ശ്രീധുവിൻ്റെ അടുത്താണ് കുഞ്ഞ് കിടന്നത്. അതാണ് അന്വേഷണ ഉദ്യോഗസ്ഥരിൽ നിന്ന് ഞാൻ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ പറഞ്ഞതെല്ലാം തന്നെ വെറും ശുദ്ധമായ നുണ, കല്ലുവെച്ച നുണകളാണ് തുടക്കം മുതൽ പറഞ്ഞുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇതാര്, ഞങ്ങൾ ആ വീടിൻ്റെ സാഹചര്യം വെച്ച് ആ വീട്ടിലെ ഓരോ അംഗങ്ങളെയും നന്നായിട്ട് വിലയിരുത്തിയത് കൊണ്ടാണ് ശ്രീതു ആണ് ഇതിൻ്റെ ബ്രെയിൻ, ശ്രീതു ആകാനേ ഇതിൻ്റെ ബ്രെയിൻ ആയിട്ട് നിന്നുകൊണ്ട് ഒരുപക്ഷേ ഹരികുമാർ ചെയ്തെങ്കിൽ പോലും ഇതിൻ്റെ പുറകിൽ ശക്തമായ നിർദ്ദേശം കൊടുക്കാൻ ആരുണ്ട്? അതാര്? എന്തായാലും ഞങ്ങൾ അടിവരയിട്ട് പറയുന്നു, പുറത്തു നിന്നൊരാൾ വരത്തില്ല. പുറത്ത് നിന്ന് അങ്ങനെ ഒരു ഏജൻസി അവർക്കില്ല. പിന്നെ ഇപ്പോൾ അവരുടെ ഈ ആഭിചാരക്രിയകൾ പറഞ്ഞു കേൾക്കുന്നു. അത് ഇതിൻ്റെ പുറകിൽ ഇങ്ങനാണോ, അതാണോ ഇൻസ്പിറേഷൻ, അതാണ് ഇതിന് ഇവർക്ക് പ്രചോദനം എന്നുള്ളതിനെ കുറിച്ചൊന്നും ആധികാരികമായി പറയാൻ ഞാൻ തയ്യാറാകുന്നില്ല. കാരണം എനിക്ക് അതിനെക്കുറിച്ച് വളരെ വസ്തുതാപരമായി എനിക്കറിയത്തില്ല. ഈ പത്രങ്ങളിൽ ഇങ്ങനെ വന്നതും ഈ ദേവിദാസനുമായിട്ടുള്ളതൊക്കെ ഇവർക്കുള്ളത്, ഇവർക്കുടെ ഈ ക്ഷേത്രത്തിൽ വന്നതുമായിട്ടുള്ള ബന്ധം നമുക്കറിയാം. പക്ഷേ ഇത്തരണത്തിലേക്ക് ആണെങ്കിൽ എങ്കിലെ പോലീസിന് അന്വേഷണം നടത്തി ഈ ദേവിദാസനെ കൊണ്ടുവരാമല്ലോ. ആരാണിതിന് പ്രചോദനം കൊടുത്തതെന്ന് അതും പറയേണ്ട ആളാരാണ്? അങ്ങനെ ആഭിചാര പ്രക്രിയക്കുണ്ട്, അല്ലെങ്കിൽ കുടുംബത്തിൽ ദുരിതം മാറ്റാൻ വേണ്ടിയാണ് ചെയ്തതെങ്കിലും ഇതാര് പറഞ്ഞു കൊടുത്തു എന്ന് പറയേണ്ട ആൾ ശ്രീതു അല്ലേ? ശ്രീതുവിനോട് അത് ചോദിക്കേണ്ടത് പോലീസല്ലേ? ചോദിച്ചത് വെളിച്ചത്ത് കൊണ്ടുവരണ്ടേ? അതെല്ലാം ഇപ്പോൾ സസ്പെൻസിൽ നിർത്തിയിട്ട് ഇപ്പോൾ ഹരികുമാറിലേക്ക് വരുന്നു. പിന്നെ ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നു ശ്രീതു മറ്റൊരു പരാതി കൊടുത്തിരിക്കുന്നു, മറ്റൊരു പോലീസുകാരൻ്റെ പേരിൽ പരാതി കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു കേൾക്കുന്നു. പക്ഷെ അതിനെക്കുറിച്ചൊന്നും വളരെ ആധികാരികം എനിക്ക് ആ പോലീസുകാരനെ അറിഞ്ഞു പോലും കൂടെ. അതിനെക്കുറിച്ച് ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ടൊന്നും ഞാൻ പറയുന്നില്ല. കാരണം എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. അറിയാത്ത സ്ഥിതിക്ക് ഞാനത് പറയുന്നത് ശരിയല്ല. കാരണം ഇതിനെക്കുറിച്ച് ഇപ്പോൾ നമുക്ക് ഒരു ശങ്കയുള്ളത്, ഈ ആഭിചാരമെന്ന് പറഞ്ഞ് പോലീസ് പറഞ്ഞു കരിക്കകത്തുള്ള ദേവിദാസനെ ഇവിടെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരികയും ചോദ്യം ചെയ്യുകയും അതിലൊരു ജഗപകം ഉണ്ടാക്കുകയും ചെയ്തു. പക്ഷെ അത് ഒരിടത്താണ് പോയി. അതെന്തിന് ആ ദേവിദാസനെ എന്ന് പറഞ്ഞ സന്യാസിയെ എന്തിനിതിലേക്ക് കൊണ്ടുവന്നു? അയാൾക്കിതിലുള്ള പങ്കെന്താണ്? അതിനെക്കുറിച്ച് പിന്നെ ഒന്നും പറയാതെ പോലീസ് തലോടി മൗനമായി നിൽക്കുന്നു. ഇപ്പം ചോദിക്കുമ്പോൾ എന്ത് ചോദിച്ചാലും അന്വേഷണത്തിലാണ്, കേസ് പുരോഗതിയിലാണ്. പക്ഷേ ഇപ്പോൾ നടക്കുന്നില്ല. ഇപ്പോൾ ഇതാ അറിയുന്നത് ഒരു പുതിയ കേസിൻ്റെ ദിശ മാറ്റുന്നതിലേക്ക് വേണ്ടി ഇപ്പോൾ ഇതാ ഒരു പോലീസുകാരൻ്റെ ഭാഗത്തേക്ക് പോയിരിക്കുന്നു. അപ്പോൾ എന്തുകൊണ്ടും ഇങ്ങനെ വളരെ ഇതിൽ പോകുന്ന ഞാൻ നേരത്തെ പറഞ്ഞു, ഇതെല്ലാത്തിൻ്റെ ബ്രെയിൻ എന്ന് പറയുന്നത് ശ്രീതു തന്നെയാണ്. ശ്രീതുവിന് രക്ഷപ്പെടാൻ വേണ്ടി ശ്രീതു കണ്ടെത്തുന്ന നാടകങ്ങളുടെ ഭാഗമായിട്ടാണ് കാണാൻ പറ്റൂ. ദേവിദാസനെ രംഗത്തിറക്കി, ഇതിപ്പോൾ പോലീസുകാരനെ രംഗത്തിറക്കി. അപ്പോൾ ഇനി വരുമ്പോഴേക്കും പോലീസിന് നാണക്കേടിൽ നിന്ന് തടിയൂരുന്നതിലേക്ക് വേണ്ടി ഈ കേസിന് എത്രയും പെട്ടെന്ന് തീർക്കണം, അതിൽ ആരെങ്കിലും രക്ഷിക്കേണ്ടി വരുന്നു എന്നൊരു സംശയം. കാരണം ഇപ്പോൾ ഈ കേസിനെ കുറിച്ച് നമ്മൾ തിരക്കുമ്പോഴേക്കും അന്വേഷണത്തിലാണെന്നൊരു അഴകുഴപ്പൻ മട്ടിലുള്ള മറുപടികൾ മാത്രമാണ് കിട്ടുന്നത്. ഈ 2 വയസ്സായ കുഞ്ഞിൻ്റെ ദാരുണമായ അന്ത്യം കേരളക്കരെ ആകെ വിറങ്ങലിച്ചുകൊണ്ടാണ് കേട്ടത്. ഇപ്പോഴും 4 പേര് കൂടുന്നിടത്ത് എന്തായി എന്നുള്ള ചോദ്യങ്ങൾ പരസ്പരം ചോദിക്കുന്നു. ഉത്തരം കിട്ടാതെ ഇങ്ങനെ നിൽക്കുന്നു, പുതിയ ദിശയിലേക്ക് പോകുന്നു. എന്നിട്ടും എന്തുകൊണ്ട് യഥാർത്ഥ പ്രതിയെ വെളിച്ചത്ത് കൊണ്ടുവരാൻ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ശക്തമായ അന്വേഷണം നടക്കുന്നില്ല? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പൊ ചോദിച്ചാൽ അവർക്ക് ശാസ്ത്രീയമായ രീതിയിൽ തെളിയിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. അതിലേക്ക് വേണ്ടി പോലീസ് മുതിരുന്നില്ല? എന്തുകൊണ്ട് പോലീസ് മുതിരുന്നില്ല? ഇതിന്റെ യാഥാർത്ഥ്യം വെളിച്ചത്ത് വരണ്ടേ? അതിന് തയ്യാറാകാത്തത് എന്താണ്? അതാണ് ഞങ്ങൾക്ക് ഉത്തരം കിട്ടാൻ നിൽക്കുന്നത്. അപ്പൊ ഞങ്ങൾ കരുതുന്നത് ഉന്നതങ്ങളിൽ നിന്ന് ആരുടെയൊക്കെയോ ഇടപെടലുകൾ ഉണ്ടോ എന്ന് ഞങ്ങൾ നന്നേ സംശയിക്കുന്നു. സാധാരണ നമുക്ക് സ്റ്റേഷനിൽ പോയി അറിയാം, ഒരു ചെറിയ സംഭവത്തിന് പോയാൽ പോലും ചൂട് ആയി നിൽക്കുന്ന പോലീസുകാർ ഇപ്പൊ ഈ വിഷയത്തിൽ ആ ഒരു ഇങ്ങനെ ഒരു കേസ് പലരും പോലീസ് സ്റ്റേഷന്റെ ലിമിറ്റിൽ നടന്നോ എന്ന് നമ്മളിപ്പോൾ സ്റ്റേഷനിൽ പോയാൽ ഒന്നും നമുക്ക് തോന്നില്ല. കാരണം അങ്ങനെ അതിനെക്കുറിച്ചുള്ള ഒരു ചർച്ചയോ ഒരു കാര്യങ്ങളോ ഒരു അന്വേഷണങ്ങളോ നടക്കാത്തൊരവസ്ഥ പോലെയാണ്. മറ്റേതോ സ്റ്റേഷനിൽ നടന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്കിതിപ്പോൾ ശരിക്കുള്ള പ്രതി പുറത്തു വരും എന്നുള്ള പ്രതീക്ഷയൊന്നും ഞങ്ങൾക്കില്ല. ഇതാണ് അതിൻ്റെ അവസ്ഥ, ഇപ്പോഴത്തെ അവസ്ഥ. ഇപ്പോൾ പിന്നെ ഇപ്പോൾ വൈകിയ വേളയിൽ പറയുന്നത് ഒരു പോലീസുകാരനുമായിട്ട് പീഡനപരം പറഞ്ഞുകൊണ്ട് വരുന്നു. അതെങ്കിൽ ഇതെപ്പോഴും സംഭവിച്ചതാണ്. ഇത് ഈ പോലീസുകാരൻ്റെ റോൾ എന്താണ്? ഇപ്പോൾ കേസ് വാങ്ങിച്ചിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കേൾക്കുന്നു. അപ്പോൾ അന്വേഷണം വേറൊരു ദിശയിലേക്ക് പോകുന്നു. ഇതിലെന്താണ് പോലീസ് ചെയ്യുന്നത്? ഈ കേസുമായി ഇതിനുള്ള ബന്ധം എന്താണ്? അതോ ഇനി ഇതിൻ്റെ പുറകിൽ പോകുമ്പോഴേക്കും ഈ പിഞ്ചു കുഞ്ഞിനെ കിണറ്റിലേക്ക് എറിഞ്ഞ സംഭവം തെഞ്ഞു മാഞ്ഞു പോകുമോ?
അപ്പോൾ ഇങ്ങനെ ഓരോ ദിവസവും ഒരു റൂട്ട് മാറി പോകുന്നുണ്ട്. അപ്പോൾ പോലീസുമായിട്ട് ഈ പോലീസുകാരനുമായിട്ട് എന്താണെന്നുള്ളത് എങ്കിലും പോലീസ് വളരെ വ്യക്തമായി ഈ നാട്ടുകാരെ അറിയിക്കാൻ, അല്ലെങ്കിൽ ഈ കേസുമായി ബന്ധമുണ്ടോ ഇല്ലെന്നതിനെ കുറിച്ച് തുലനം ചെയ്യാൻ, താരതമ്യം ചെയ്യാൻ പോലീസ് തയ്യാറാകണം എന്നാണ്.